സിമ്പിളായിട്ട് നമ്മുടെ ഫുഡ് നമുക്ക് ട്രാക്ക് ചെയ്ത് കലോറി നോക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡയറ്റ് എടുത്ത് ഒരു ഫാറ്റ് ലോസ് ജേർണിയിലാണെങ്കിൽ ഈവൻ വെയിറ്റ് കൂട്ടാനാണെങ്കിൽ പോലും നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ കലോറി ഡെഫിസിറ്റിലായിരിക്കണം. അത് എങ്ങനെ കഴിക്കുമെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വെയിങ് സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ജസ്റ്റ് ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം അത് സീറോയിലാണോ. ഇപ്പോൾ 0 ഗ്രാമിലാണ്. ഇനി ഞാൻ എൻ്റെ പ്ലേറ്റ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തു. സീറോയിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നു. സീറോയിലോട്ട് വന്നതിന് ശേഷം ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 170 ഗ്രാം ഗ്രീക്ക് യോഗട്ട് ആണ്. ഓൾമോസ്റ്റ് 90 കലോറീസ് വരും. അത് ഇതിൽ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നോക്കി എടുത്തത്. 144 ആയി. ഓക്കെ, 170 എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി. 165 173 എടുത്തു. ഇപ്പോൾ 173 ഗ്രാം ഗ്രീക്ക് യോഗട്ട് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി ഫാസ്റ്റ് ആയിട്ട് കലോറി ചെക്ക് ചെയ്യാൻ ഞാൻ ഹെൽത്തിഫൈ എന്ന് പറഞ്ഞൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പോയി ജസ്റ്റ് എത്രത്തോളം യോഗട്ട് കൺസ്യൂം ചെയ്തു, എത്രത്തോളം ഗ്രേപ്സ് കൺസ്യൂം ചെയ്തു എന്നുള്ളത് അതിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് കലോറി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്പിൽ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും അല്ലെങ്കിൽ ഈവൻ ചാറ്റ് ജിപിടിയിൽ ടൈപ്പ് ചെയ്താലും നമുക്ക് വേണ്ടത്ര ഗ്രാമിന്റെ കലോറി നമുക്ക് അതിന് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ട്രാക്ക് ചെയ്ത് കഴിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ ഒരു ദിവസം നമ്മുടെ മെയിൻ്റനൻസ് കലോറിനേക്കാളും എത്രത്തോളം കലോറിയാണ് കുറവ് കഴിച്ചതെന്ന്. അങ്ങനെ ഇതൊരു ലോങ് ടേം പ്രോസസ് ആകുമ്പോൾ നമ്മുടെ വെയിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് കുറയും. സോ സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി. സൈനിങ് ഓഫ്, സെയിലർ ഫിറ്റ് ഫുഡി.